ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റൂട്ടിൻ്റെ ഒരു പ്രീമിയം സീരീസ് ഇൻവെർട്ടറാണ്. ഇതിൽ ബിൽറ്റ് ഇൻ ടച്ച് സ്ക്രീൻ വരുന്ന മോഡലാണിത്. ഇതിൻ്റെ നോൺ ടച്ച് മോഡലും അവൈലബിൾ ആണ്. ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് കണക്ഷൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത്ര ഐറ്റംസ് ആയിരിക്കും ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിൽ വന്നിരിക്കുന്ന വൈഫൈ ഡോങ്കിൾ നമുക്ക് വേണമെങ്കിൽ ഒരു നോർമൽ USB കേബിൾ വഴി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ DC ഫ്യൂസ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ പാരൽ കേബിളുകൾ, ഇത് പാരൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അതിൻ്റെ താഴെ പാരൽ കാർഡ് കാണാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ നമുക്ക് ആൻറ്റി ഡസ്റ്റ് കിറ്റ് കാണാൻ പറ്റും. പൊടി അകത്തേക്ക് കയറുന്നത് ഒരു പരിധി വരെ നമുക്ക് ഈ ആൻറ്റി ഡസ്റ്റ് കിറ്റ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പെക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. സ്പെക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് 6.2 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ 5 കിലോവാട്ട് മോഡലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കണക്ഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സൈഡിൽ വരുന്ന 4 സ്ക്രൂസാണ് നമുക്ക് അഴിക്കേണ്ടത്. ഈ 4 സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് താഴേക്ക് സ്ലൈഡ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ചേമ്പറിനകത്താണ് അത്യാവശ്യം കണക്റ്റേഴ്സ് എല്ലാം വരുന്നത്. മുമ്പത്തെ ഇതിൻ്റെ മോഡലിനെ അപേക്ഷിച്ച് കുറേ കൂടെ നല്ല ക്വാളിറ്റിയുള്ള കണക്റ്റേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ മുകളിലായിട്ട് ആദ്യം AC-യുടെ കണക്ഷൻസും പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഔട്ട്പുട്ട് എടുക്കേണ്ട കണക്ഷൻസും, അതുകൂടാതെ പിന്നെ ബ്രേക്കറും പിന്നെ നമുക്ക് എർത്ത് കണക്ട് ചെയ്യാനുള്ള ലെഗ് അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാൻ പറ്റും. അത് ബോഡി എർത്തിന് വേണ്ടിയിട്ടാണ്. ഈ 2 ടെമ്പറേച്ചർ കൺട്രോൾഡ് ഫാൻസിൻ്റെ താഴെയായിട്ടാണ് ബാറ്ററി കണക്ഷൻ വന്നിരിക്കുന്നത്. അതിനുശേഷം PV കണക്ഷനും വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കണക്റ്റേഴ്സാണ് ഇതിലിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ ബോർഡാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബോർഡ് നമുക്ക് പാരൽ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കാവുന്നതാണ്. പാരൽ ചെയ്ത് 2 ഇൻവെർട്ടറുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ബോർഡ് വരുന്നത്. ഇതില്ലാത്ത മോഡലും അവൈലബിൾ ആണ്. AC ഇൻപുട്ടാണ് മുകളിൽ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് 4 കണക്റ്റേഴ്സ് കാണുന്നത് ഡ്യുവൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. ആദ്യം മെയിൻസ് ഔട്ടും പിന്നെ രണ്ടാമത് സെക്കൻഡറി ഔട്ടും. ഈ പോർട്ട് സാധാരണ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറില്ല. ഇത് മൾട്ടിപ്പിൾ ഇൻവെർട്ടേഴ്സ് കണക്ട് ചെയ്ത് പാരൽ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വരുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് RS-232 വൈഫൈ കമ്മ്യൂണിക്കേഷൻസും പിന്നെ BMS കണക്ഷനാണ്. പിന്നെ ഈ NONC കണക്ഷൻ നമുക്ക് അലാറം കണ്ടീഷനിൽ ഉപയോഗിക്കാം. പിന്നെ ബാറ്ററി കണക്ഷൻസ്, ഓൺ ഓഫ് സ്വിച്ച്, പിന്നെ PV കണക്ഷൻ. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. സാധാരണ ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറിൽ കാണുന്ന പോലെ തന്നെ ഇതിൽ എയർ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മിക്കവാറും ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറുകളിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കാണാൻ പറ്റും. കൃത്യമായ എയർ ഡയറക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കുന്നത്. അത് താഴെ ഫാനിൻ്റെ സൈഡിലത്തേക്കാണ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ 2 ബോർഡാണ് കാണാൻ പറ്റുന്നത്. ഇതിൽ ഒരു ബോർഡ് നമുക്ക് അതിൻ്റെ മെയിൻ RGB LED കണക്ട് ചെയ്തിരിക്കുന്ന ആ ബോർഡിലാണെന്ന് കാണാൻ സാധിക്കും. അതുകൂടാതെ ടച്ച് സ്ക്രീനിൻ്റെ കണക്ഷൻസും. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റിയിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ഇതിൻ്റെ ബാക്കി കമ്പോണൻറ്റുകളൊന്ന് കാണാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ താഴെയായിട്ട് വന്നിരിക്കുന്ന 150 ആംപിയറിൻ്റെ ഫ്യൂസ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു റീപ്ലേസ്മെൻറ്റ് ഫ്യൂസ് അവർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്യൂസ് കംപ്ലൈൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഹീറ്റ് സിങ്ക് കുറച്ചുകൂടെ വലിയ ഹീറ്റ് സിങ്കുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഉപയോഗിച്ചിരുന്ന നട്ടുകളെല്ലാം ടോർക്ക് ചെയ്ത ശേഷം കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പ്രോപ്പർ ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പിന്നെ ഇതിലേതെങ്കിലും പോർഷൻ മിസ്സിംഗ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കൊരു അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാം. താഴെ കൊടുത്തിരുന്ന ഈ എക്സോസ്റ്റ് ഫാൻസ് വഴി ഇതിൻ്റെ അകത്തുള്ള ചൂട് ഇത് അടിച്ച് വെളിയിലേക്ക് കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെയുള്ള ഇൻടേക്ക് എയർ എടുക്കുന്നത് ഈ സൈഡിലുള്ള 2 ആൻറ്റി ഡസ്റ്റ് കിറ്റ് വഴിയാണ്. ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് എക്യുപ്മെൻറ്റിൻ്റെ സ്മൂത്ത് ഓപ്പറേഷനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസിയായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ പഴയ മോഡലിനെ അപേക്ഷിച്ച് ഇതിൽ വന്നിരിക്കുന്ന കുറച്ചും കൂടെ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ വൈഫൈ ഡോങ്കിളാണ് വന്നിരിക്കുന്നത്. ഈ വൈഫൈ ഡോങ്കിൾ നമുക്ക് RS-232 പോർട്ടിലേക്കാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ താഴെ RS-232 പോർട്ടും RS-485 പോർട്ടും ഉണ്ട്. ഇതിൽ RS-232 പോർട്ടിലാണ് നമ്മൾ വൈഫൈ ഡോങ്കിൾ കണക്ട് ചെയ്യുന്നത്. അടുത്തത് BMS പോർട്ടാണ്. ഈ RS-485 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒരു ലാൻ കേബിൾ നമുക്ക് BMS നിന്ന് കണക്ട് ചെയ്യാം. JK BMS ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കേബിൾ പാരൽ കാർഡുള്ള ഇൻവെർട്ടറിൻ്റെ കൂടെ ആയിരിക്കും കിട്ടുന്നത്. ഈ താഴെ കാണിച്ചിരിക്കുന്ന പോർഷനാണ് പാരൽ കാർഡ്. അപ്പോൾ ഈ ഒരു പാരൽ കാർഡ് ഉപയോഗിച്ചിട്ടാണ് 2 ഇൻവെർട്ടർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ ലോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ അതിൻ്റെ മുകളിലൊരു ഗ്രീൻ പോർട്ട് കാണുന്നത് NONC കണക്ഷനാണ്. അത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷനെ ബേസ് ചെയ്ത് ജനറേറ്റർ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോളാർ മാത്രം കൊടുത്ത് ഇൻവെർട്ടർ ഓണാക്കിയ സമയത്തുള്ള സ്റ്റാറ്റസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിൽ സ്ക്രീനിൽ BP കാണിച്ചിട്ടുണ്ട്, അതായത് ബാറ്ററി പ്ലസൻ്റ് അല്ല എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. പിന്നെ സോളാറിലേക്ക് പോകുമ്പോൾ സോളാറിൻ്റെ പവർ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കി ബാറ്ററിയോ ഗ്രിഡോ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഹോം ലോഡും കണക്ട് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് സോളാർ മാത്രം കണക്ട് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴുള്ള സ്റ്റാറ്റസാണ്. ഇനി നമുക്ക് ബാറ്ററി കൂടെ കണക്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ ബാറ്ററിയുടെ സ്റ്റാറ്റസ് ഒന്നുമില്ല. ഇനി ബാറ്ററി കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ബ്രേക്കർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബാറ്ററിയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെർട്ടറിൻ്റെ സൈഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് RGB ലൈറ്റാണ്. ഇതിൻ്റെ സ്റ്റാറ്റസ് ഓരോരോ കണ്ടീഷൻസ് അനുസരിച്ച് മാറും. ഇപ്പോൾ ബ്ലൂ കാണിക്കുന്നത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ ഹോം ലോഡ് മാത്രം കണക്ട് ചെയ്തിട്ടുണ്ട്. സോളാറിൽ നിന്ന് ഡയറക്റ്റാണ് ഇപ്പോൾ ലോഡ് പവർ ചെയ്യുന്നത്. പിന്നെ ആ നടുക്കുള്ള ഓണെന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് റണ്ണിങ് സ്റ്റാറ്റസ് അതിൽ കാണാൻ പറ്റും. പിന്നെ സോളാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോളാറിൻ്റെ ഡീറ്റെയിൽസും സോളാറിന് എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, എത്ര വോൾട്ട് ഉണ്ട്, പിന്നെ മന്ത്ലി ഡെയിലി പ്രൊഡക്ഷൻസൊക്കെ കാണാൻ പറ്റും. പിന്നെ ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഇപ്പോൾ കണക്റ്റഡ് അല്ല. താഴെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും ഒന്നും കാണിച്ചിട്ടില്ല. നമുക്കത് കണക്ട് ചെയ്ത ശേഷം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും നോക്കാം. പിന്നെ ഗ്രിഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. ഗ്രിഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. പിന്നെ ലോഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലോഡാണ് ഇപ്പോൾ നമ്മളിപ്പം യൂസ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ലോഡും കൂടെ ഒക്കെ ആഡ് ചെയ്ത് ഡീലായിട്ട് ചെക്ക് ചെയ്യാം. ഈ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സോളാറിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാറ്ററി കൂടെ ആഡ് ചെയ്ത ശേഷം വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു ഗ്രീനാണ് കാണിക്കുന്നത്. കൂടാതെ ഇതിലിപ്പോൾ സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷനാണ് ബാറ്ററിയെ ചാർജ് ചെയ്യുന്നത്, ലോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സോളാറിൽ നിന്ന് ഏകദേശം 1500 വാട്ട്സാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഗ്രിഡ് ഇപ്പോൾ കണക്റ്റഡ് അല്ല. ഇതിൽ തന്നെ നമുക്ക് ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡിൻ്റെ സ്റ്റാറ്റസ് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഏകദേശം ഒരു 1500 വാട്ട്സ് അടുപ്പിച്ചാണ് ഞാൻ ലോഡ് ചെയ്തിരിക്കുന്നത്. 1500 1400 സംതിങ് ആണ് ലോഡ് കണക്ട് ചെയ്യുന്നത്. പിന്നെ നടുക്കുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. എത്ര ടെമ്പറേച്ചറിലാണ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത് എന്നുള്ള മറ്റ് ഡീറ്റെയിൽസ്. സോളാറിൻ്റെ പ്രൊഡക്ഷൻ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ സോളാറിൻ്റെ ആ ഒരു സ്ക്രീനിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിലെ ഏത് ഐക്കണിലാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈസി ആയിട്ട് ഈ ടച്ച് സ്ക്രീനിൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ ഇൻവെർട്ടറിൽ ഞാൻ മൾട്ടിപ്പിൾ പാക്കാണ്, ബാറ്ററി പാക്കുകളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ബാറ്ററി പാക്ക് 99% ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബാറ്ററി പാക്കും 99% ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നുള്ള സമ്മിൻ്റെ ആവറേജാണ് മുകളിൽ ടോട്ടൽ വാല്യൂ ആയിട്ട് ഇത് കാണിക്കുന്നത്. അത് നമുക്ക് സ്ക്രീനിൽ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. BMS വഴിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഇൻവെർട്ടറിന് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻവെർട്ടറിലും 99% തന്നെ കാണിക്കുന്നത്. നമുക്ക് SOC ബേസ് ചെയ്ത് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ലിഥിയം ബാറ്ററിയിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ബാറ്ററിയുടെ രണ്ടാമത്തെ പേജിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ബാറ്ററി പാക്കിൽ നിന്ന് വരുന്ന BMS ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഈ ഒരൊറ്റ BMS പേജിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ BMS കാണിച്ചിരിക്കുന്ന ബൾക്ക് ചാർജിങ് ലിമിറ്റാണ് 55.3. ഞാനിപ്പോൾ ഇത് 1 hour അബ്സോർപ്ഷൻ കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഫ്ലോട്ട് മോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാം. അത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് മോഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇത് നമുക്ക് ഡയറക്റ്റ് BMSൻ്റെ ആപ്പിലും വെരിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ചാർജ് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ബൾക്കാണ് കിടക്കുന്നത്. ബൾക്കിൽ കിടക്കുമ്പോൾ 55.3 ആണ്. അത് കഴിഞ്ഞിട്ട് 100% ചാർജായി കഴിയുമ്പോൾ 54 വോൾട്ടിലേക്ക് മാറുന്നുണ്ട്. അതായത് 1 hour അബ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് ഇത് 54 വോൾട്ടിലേക്ക് കൃത്യമായി മാറിയിട്ടുണ്ട്. കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ JK-BMSലെ ഈ ഫ്ലോട്ട് മോഡ് നമുക്ക് സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. ലിഥിയം ബാറ്ററി ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഇൻവെർട്ടറുകളാണ് നല്ലത്. ഇതിൽ ചാർജ് ലിമിറ്റ് ഓരോ പാക്കിലും 40 ആമ്പിയറാണ് ഞാൻ ചാർജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 76 കാണിക്കാൻ കാര്യം 80 ആമ്പിയറിൽ നിന്ന് 5% കുറച്ചിട്ടുള്ള വാല്യൂ ആണ് 76 ആമ്പിയർ. ആ 76 ആമ്പിയറാണ് ഇവിടെ ചാർജ് ലിമിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ BMSൽ നമ്മളിപ്പോൾ ചാർജ് ലിമിറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാറ്ററി പാക്കിന് കൂട്ടിയാൽ ഈ ഒരു വാല്യൂ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് പുതിയ വാല്യൂയിലേക്ക് മാറും. പിന്നെ ഇത് കൂടാതെ ഇതിലെ പ്രോട്ടോകോൾ ശ്രദ്ധിക്കുക. ഇതിൽ ഞാനിപ്പോൾ കൊടുക്കുന്ന പൈലോൺ ടെക്കാണ്. പൈലോൺ ടെക്കും ഗ്രോവാട്ടും പ്രോട്ടോകോളുകൾ ഈ ഇൻവെർട്ടർ സപ്പോർട്ട് ചെയ്യും. നമുക്കതിൽ ഏത് പ്രോട്ടോകോൾ വേണോ ചൂസ് ചെയ്യാം. ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ബാറ്ററി ഇൻഫർമേഷനും BMS സ്റ്റാറ്റസ് ഇൻഫർമേഷനും കിട്ടും. ഇനി നമുക്കിതിൻ്റെ വേവ് ഫോം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ വേവ് ഫോം പ്യുവർ സൈൻ വേവ് ഫോം തന്നെയാണ് കിട്ടുന്നത്. ഞാനൊരു പോർട്ടബിൾ ഓസിലോസ്കോപ്പ് വഴി കണക്ട് ചെയ്ത് വെരിഫൈ ചെയ്തതാണ്. ഇത് ബാറ്ററി മോഡിൽ വർക്ക് ചെയ്യുമ്പോഴും സോളാർ മോഡിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് കൃത്യമായിട്ടൊരു സൈൻ വേവ് ഫോം തന്നെയാണ് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചില ഇൻവെർട്ടറുകളിൽ കൃത്യമായിട്ടുള്ളൊരു വേവ് ഫോം കിട്ടാറില്ല. അതായത് ചിലപ്പോൾ സോളാർ പ്ലസ് ബാറ്ററി മോഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റോർഷൻസ് നോട്ടീസ് ചെയ്യാറുണ്ട്. ഇതിൽ അങ്ങനെയുള്ള വേറെ യാതൊരുവിധ പ്രോബ്ലവും നോട്ടീസ് ചെയ്തിട്ടില്ല. ഇത് പക്കയായിട്ട് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഗ്രിഡ് എക്സ്പോർട്ടിൻ്റെ സ്റ്റാറ്റസ് നോക്കാം. ഗ്രിഡ് എക്സ്പോർട്ട് ഉള്ള സമയത്ത് സ്ക്രീനിൻ്റെ സ്റ്റാറ്റസാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിൽ ആ സ്ക്രീൻ മാത്രം ഞാനൊന്ന് ഫോക്കസ് ചെയ്യാം. ഇതിൽ ഈ സ്ക്രീനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ആണ് സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ എന്നും വീട്ടിൽ എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതും ഗ്രിഡിലേക്ക് എത്ര എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ പറ്റും. 400 വാട്ട്സാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം 1.4 കിലോവാട്ട് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 1600 വാട്ട്സാണ് സോളാറിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിവിടെ മുകളിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഗ്രിഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രിഡിലേക്ക് പോകുന്നത് ആ എക്സ്പോർട്ടിൻ്റെ ആരോ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോളാറിൻ്റെ പവർ ഇപ്പോൾ 1600 വാട്ട്സാണ്. പിന്നെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും ആരോ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വീട്ടിലേക്കാണ് പോകുന്നതെന്നുള്ളതും പിന്നെ ബാറ്ററിയിലേക്ക് എന്തെങ്കിലും പോകുന്നുണ്ടെന്നുള്ളത് ബാറ്ററിയുടെ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും.
ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഈ കാണിക്കുന്ന എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി സ്റ്റോറേജിൽ ആവശ്യമായിട്ടുള്ള എനർജി എടുത്ത ശേഷം വീട്ടിലേക്കുള്ള ഉപയോഗത്തിനുള്ളതും എടുത്തിട്ട് ബാക്കി വരുന്നതാണ് ഇപ്പോൾ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ആവുന്നത്. ഈവൻ ഗ്രിഡ് ഡൗൺ ആയി കഴിഞ്ഞാലും എനിക്ക് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാനും പറ്റും, വീട്ടിലേക്ക് ഉപയോഗിക്കാനും പറ്റും. ഇപ്പോൾ ഗ്രിഡിലേക്കൊന്നും സെൻഡ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഗ്രിഡിലേക്ക് ഫീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ആരോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പം വീട്ടിലെ ലോഡ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതിലിപ്പം ബാറ്ററിയും സോളാറും ചേർന്നാണ് സപ്പോർട്ട് ചെയ്യുന്നത്. 1.3 കിലോ വാട്ടാണ് ഇപ്പോൾ വീട്ടിലെ ലോഡ്. ഇനിയിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും സോളാറിൽ നിന്നും ബാറ്ററിയിൽ നിന്നും ആയിരിക്കും അത് എടുക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഉള്ള വീട്ടിലെ ലോഡിൻ്റെ കൂടെ ഒരു മോട്ടർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 1 HP മോട്ടറാണ്. അതുകൊണ്ട് ആഡ് ചെയ്തപ്പോൾ ഏകദേശം 3 കിലോ വാട്ടിന് മുകളിലാണ് യൂസേജ് വരുന്നത്. ഇതിലിപ്പോൾ വീട്ടിലെ റെഗുലർ ലോഡ് പ്ലസ് ഇൻഡക്ഷൻ കുക്കർ പ്ലസ് ഒരു മോട്ടറാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ 2.91, അതായത് ഏകദേശം 3 കിലോ വാട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അതിൽ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത് ഏകദേശം ഒരു 25.3 ആമ്പിയറാണ് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാറ്ററിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. മുകളിൽ സോളാറിൽ നിന്ന് കിട്ടുന്നത് 1.6 കിലോ വാട്ടാണ് സോളാറിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ ലോഡ് 3 കിലോ വാട്ട്. അത് നമുക്കിവിടെ ലോഡ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ലോഡ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. ഏകദേശം 2960 3000 വാട്ട്സ് അടുപ്പിച്ചാണ് ഇപ്പോൾ ഡിസ്ചാർജ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ മിക്കവാറും ഇറങ്ങുന്നതെല്ലാം ബാറ്ററിലെസ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുമെങ്കിലും എപ്പോഴും ഒരു ബാറ്ററി കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് അതുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സോളാറിൽ നിന്ന് 1.6 അല്ലെങ്കിൽ 1.2 കിലോ വാട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് 3 കിലോ വാട്ട് ഗ്രിഡിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഹൈബ്രിഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗ്രിഡ് ഇല്ലെങ്കിലും മാക്സിമം ലോഡ് വീട്ടിലെ മിക്കവാറുള്ള എല്ലാ ലോഡും നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളെപ്പോഴും ഒരു ബാറ്ററി സപ്പോർട്ട് കൂടെ കൊടുക്കണം. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ 37 ആമ്പിയർ ഡിസ്ചാർജ് ചെയ്യണം. കഴിവതും ലിഥിയം ബാറ്ററി തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ 37 ആമ്പിയറൊക്കെ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ആ ബാറ്ററിയുടെ ഹെൽത്തിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു ലിഥിയം ബാറ്ററിയും കൂടെ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാലും പേടിക്കാനില്ല. ഇല്ല ഒരു 3 4 ഓരോ ആഴ്ചയോ അല്ലെങ്കിൽ എത്ര ദിവസം AC പോയിരുന്നാലും നമുക്ക് ആ എക്സ്പോർട്ട് മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നതിന് വേറെ യാതൊരു കുഴപ്പമില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ഫുൾ പാനൽ സപ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് 31 ആമ്പിയർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോൾ പ്രൊഡക്ഷൻ കുറവാണ്, അതുകൊണ്ടാണ് അത്രയും ബാറ്ററിയുടെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ബാറ്ററിലെസ് ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യും എന്ന് കരുതി ഞാനിപ്പോൾ ബാറ്ററി ആഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഒപ്റ്റിമൈസ്ഡ് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹൈബ്രിഡിലൊരു ബാറ്ററി കൂടെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ഇൻവെർട്ടറിൽ വൈഫൈ മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് സ്മാർട്ട് ESS ആപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സൈൻ അപ്പ് ചെയ്യുകയോ ലോഗിൻ ചെയ്യുകയോ ചെയ്യുക. ഇൻവെർട്ടർ ലിസ്റ്റ് ചെയ്യും. ഇൻവെർട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇതിപ്പോൾ കറണ്ട് സ്റ്റാറ്റസാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. സോളാറിൽ നിന്ന് വരുന്നു, ബാറ്ററി ഉപയോഗിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഗ്രിഡ് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈനോടെ കാണാം. ഇതിപ്പോൾ ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ മറ്റ് ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. താഴെ പാരാമീറ്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മന്തിലേക്ക് പോയി കഴിഞ്ഞാൽ മന്ത്ലി പ്രൊഡക്ഷൻസ് കാണിക്കും. ഇപ്പോൾ ഒരു ദിവസം മാക്സിമം എത്ര വരെ കിട്ടിയെന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. ഇയറിൽ പോയി കഴിഞ്ഞാൽ മന്ത്ലി സ്റ്റാറ്റസും കിട്ടും. ഇതിപ്പോൾ ഏകദേശം ഞാൻ 3 മാസമായിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഗ്രാഫ് വെച്ചിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ ആക്സസ് പേജിൽ പോയി കഴിഞ്ഞാൽ പറ്റും. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ ഡീറ്റെയിൽസ് പേജിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കാണിക്കും. പിന്നെ അതുകൂടാതെ അലാറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലാറം പേജിൽ നമുക്ക് കാണാൻ പറ്റും. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അതർ സെറ്റിംഗ്സ് വഴി നമുക്ക് ഇൻവെർട്ടറിൻ്റെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെർട്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു PDF യൂസേഴ്സ് മാനുവലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.